ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ വി കെ സനോജ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾക്ക് അത് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഇപ്പോൾ മാധ്യമങ്ങൾ ഈ സി പി എമ്മിൻ്റെ നേതാക്കളോ സി പി എമ്മിൻ്റെ പ്രവർത്തകരോ പ്രതികളായിട്ടോ ഒക്കെ വരുന്ന ചില കേസുകളാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു രീതിയിൽ പോലും അല്ലാതെ ഒരു കൊലപാതക രാഷ്ട്രീയം ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിലാണെങ്കിൽ കൂടി ഈ റിജിത്തിൻ്റെ കൊലപാതകത്തിൻ്റെ കേസ് ഇങ്ങനെ വിധി വരുമ്പോഴെങ്കിലും അതും ചർച്ച ചെയ്യണ്ടേ? ഇത് ചർച്ച ചെയ്യാതിരിക്കുന്നതിൽ ഒരു അനീതി ഉണ്ടോ, ഒരു വിവേചനമുണ്ടോ? അത് സനോജ് പറയുന്ന കാര്യത്തിൽ അടിസ്ഥാനമുണ്ടോ? ഡോക്ടർ ലാൽ, വിവേചനം എന്ന് പറയുന്നത് താങ്കളിപ്പോൾ ചോദിച്ച കാര്യത്തിൽ മാത്രമല്ലല്ലോ റിജിത്തിൻ്റെ കേസിൽ കാണുന്നത്. നമ്മുടെ ഈ നിയമരംഗത്ത് ഒരു അടിസ്ഥാന പ്രമാണം തന്നെ ഉണ്ടല്ലോ, എപ്പോഴും ഉദ്ധരിച്ച് പറയുന്നൊരു സംഗതി, പിന്നെ വൈകി കിട്ടുന്ന നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ആ അടിസ്ഥാന പ്രമാണം. ഈ റിജിത്തിൻ്റെ കേസിൽ എത്ര പ്രാവശ്യമാണ് ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തി ഹൈക്കോടതി വരെ കേസ് കൊടുക്കുക, പ്രോസിക്യൂഷനെ അപകീർത്തിപ്പെടുത്തി വീണ്ടും ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക, അങ്ങനെ മനഃപൂർവ്വം കേസിൻ്റെ തുടർ നടപടികൾ വൈകിപ്പിക്കുക എന്നുള്ള നടപടികൾ എത്ര ബോധപൂർവവും ആസൂത്രിതവുമായിട്ടാണ് ചെയ്തത് ഈ കേസിൽ. അത് ചർച്ച ചെയ്യണ്ടേ? ഇതിപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യണ്ട എന്നൊക്കെയാണ് കാഴ്ചപ്പാടെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം തന്നെയാണ് ഈ കേസിനെ ഇത്ര വൈകിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈകി കിട്ടുന്ന നീതി നിഷേധിക്കുന്നത് തുല്യമാണെന്ന് പറഞ്ഞത് സി പി എമ്മുകാരുമല്ല, LDF സർക്കാരിലെ ആരുമല്ല. അത് മനസ്സിലാക്കണം. സർക്കാർ പിന്നെ സി പി എമ്മിൻ്റെ LDFൻ്റെ ഗവൺമെൻറ് ആൾക്കാരല്ല. ഇത് നിയമരംഗത്തെ അടിസ്ഥാന പ്രമാണമായിട്ട് തന്നെ നിലനിൽക്കുന്നൊരു വാക്യമാണ്. ആ വാക്യം ഇവിടെ ഈ കേസിൽ പ്രാവർത്തികമാക്കിയതിന് പിന്നിൽ എന്ത് എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കൈരളി ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ റിജിത്തിൻ്റെ വധത്തിൽ ഈ ഇന്നത്തെ വിധിക്കുള്ള പ്രസക്തി എന്ത് എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ടെന്നേ, മാറ്റിവെച്ചോളൂ. പക്ഷേ എന്താണ് ഈ വധത്തിൽ ഇന്നത്തെ ചർച്ചയുടെ പ്രസക്തി എന്നുള്ളത് പറയേണ്ടതല്ലേ? പറയാൻ കഴിയാതെ പോകാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിന്നെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ആരാധനാലയങ്ങളെ മതവർഗീയത വളർത്താനുള്ള ഇടമായി ഉപയോഗിക്കുന്ന RSSൻ്റെ ഇവിടുത്തെ പ്രവർത്തന രീതി, ആ ശൈലി. അതിനെ ചെറുക്കുന്നതാണ് ഇവിടെ കണ്ടത്, ഈ ചുണ്ടയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കണ്ടത്. ഇതൊരു ചുണ്ടയിൽ ക്ഷേത്രത്തിൽ മാത്രമായിരുന്നോ? കേരളത്തിൽ ഉടനീളം RSS അങ്ങനെയല്ലേ വളർന്ന് പന്തലിക്കാനായിട്ട് പദ്ധതിയിട്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നത്? ഉടനീളം അങ്ങനെയല്ലേ? ഏത് ജില്ലയിലാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില RSS ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് എന്നൊന്ന് പറയാൻ കഴിയുമോ? ഇതൊക്കെ ചരിത്രമാണ്, കേരളത്തിൻ്റെ സമീപകാല ചരിത്രമാണ്. ഒരുപാട് പിറകോട്ടൊന്നും പോകണ്ട. ഈ സമീപകാല ചരിത്രത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ ചുണ്ടയിൽ ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം, പിന്നെ റിജിത്ത് മരണപ്പെട്ടതിന് ശേഷം കണ്ണൂരിൽ ഇപ്പോൾ RSSകാർക്ക് പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ശാഖ നടത്താൻ എന്താണ് ധൈര്യപ്പെടാത്തത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നല്ല, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ കാര്യം എടുത്താൽ മതി. അത് ജനങ്ങളുടെ ചെറുത്തുനിൽപ്പാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളായിരിക്കും, പാർട്ടിയായിരിക്കും, യുവജന സംഘടനയായിരിക്കും, ഒക്കെ ഉണ്ട്. അത് പക്ഷേ ജനങ്ങളാണ്, ചെറുത്തുനിന്നത് ജനങ്ങളാണ്. ആ ചെറുത്തുനിൽപ്പിന് അർത്ഥമുണ്ടായി എന്ന് പറയുമ്പോൾ റിജിത്തിൻ്റെ വധം നടത്തിയവർ എന്താണ് ഉദ്ദേശിച്ചത്? ആ ലക്ഷ്യം നടക്കാതെ പോയി. എങ്ങനെ? റിജിത്തിൻ്റെ വധത്തിലൂടെ ജനങ്ങൾ കൂടുതൽ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം എന്ന് കരുതി തന്നെ മുമ്പോട്ട് വന്നു. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ, ഒരു ക്ഷേത്രങ്ങളിലും ഈ ആയുധ പരിപാടി നടക്കാൻ പറ്റാത്ത നിലയിലേക്ക് RSSന് മാറി ഒതുങ്ങി പോകേണ്ടി വന്നു. ഇതാണ് വസ്തുത. നിങ്ങളിതിൻ്റെ അകത്ത് പിന്നെ രാഷ്ട്രീയം കാണണ്ട, കക്ഷി രാഷ്ട്രീയം കാണണ്ട. പക്ഷേ അതിൽ ഒരു മതരാഷ്ട്രീയമുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. ആ മതരാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കുത്തിവെച്ച് വളർത്താൻ ശ്രമിച്ചത്. ആ മതരാഷ്ട്രീയം എങ്ങനെ ഇല്ലാതെ പിന്നെ ഈ പറയാൻ ഇത്തരം ചർച്ചകളിൽ അത് എങ്ങനെ പറയാതിരിക്കും?
പക്ഷേ ഇത് പറയാതിരിക്കുന്നുണ്ട്. ആര്? കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ ഒന്നാകെ അത് പറയാതിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പിന്നെ മറ്റേ പെരിയ കേസിൻ്റെ വിധി വന്ന ദിവസമാണല്ലോ. ഞാൻ ഇന്നലെ ആദ്യം ന്യൂസ് 18-ലും പിന്നീട് മനോരമ ന്യൂസിലുമായിരുന്നു ചർച്ചയ്ക്കിരുന്നത്. അപ്പോൾ പിന്നെ രണ്ട് കേസിലും പിന്നെ CBIക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തിനാണ് കോടിക്കണക്കിന് രൂപ സർക്കാർ മുടക്കിയത്? ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞു വരുമ്പോൾ അത് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു അതങ്ങനെ ശരിയാവും, നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പറയാനുള്ള അവകാശം എനിക്കുമില്ല. അങ്ങനെ ചർച്ചയിൽ പോകാൻ ഞാൻ തയ്യാറല്ല. അതിന് ഞാനത് അംഗീകരിക്കുന്ന കൂട്ടത്തിലേ അല്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ FIR റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ FIR റദ്ദാക്കുകയാണ്. FIR അല്ല, ചാർജ് ഷീറ്റ്, കുറ്റപത്രം. അതിനെയാണ് സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത് ഡിവിഷൻ ബെഞ്ചിൽ. ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ കീഴിലാണല്ലോ ഈ ലോ ആൻഡ് ഓർഡർ. അതുകൊണ്ട് ചോദിച്ചല്ലേ പറ്റൂ. ചോദിച്ചു. ഞങ്ങളുടെ പോലീസ് നന്നായിട്ട് തന്നെ അന്വേഷിച്ചു, എന്തിനാണ് റദ്ദാക്കിയത്, ഈ ചാർജ് ഷീറ്റ് റദ്ദാക്കിയത് എന്തിനാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ചു. പിന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി തെറ്റാണ് എന്ന് പറയുക മാത്രമല്ല അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു, പുനഃസ്ഥാപിച്ചു. ഏത്? ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ ചാർജ് ഷീറ്റ് പുനഃസ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു CBI അന്വേഷിച്ചു, പക്ഷേ പുതിയ ചാർജ് ഷീറ്റൊന്നും ഇടണ്ട, സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് മതി. ഇതാണ് വിധി. ഈ വിധിക്ക് അവിടെ നിന്നില്ല സംസ്ഥാന സർക്കാർ. വീണ്ടും CBI തന്നെ വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി, അത് പറയാൻ സമ്മതിക്കില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു സെലക്റ്റീവ് ഡിമെൻഷ്യ വരും, ബോധപൂർവമായ ഒരു മറവ് വരും, മാധ്യമ അവതാരകർക്കടക്കം വരും, അത് മീഡിയ ഹൗസുകൾക്ക് മൊത്തവും വരും. അത് ഇപ്പം ഞാനൊരു കാര്യം പറയാനിരിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിർത്തിയേക്കുക. എന്നെ ആ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതില്ല, ഞാൻ പച്ചയ്ക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള മനോഭാവമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ രാഷ്ട്രീയ നിലപാട് തന്നെയാണത്. നമ്മൾ ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയണ്ട എന്ന് ആവർത്തിച്ച് ഇദ്ദേഹം പറയുമ്പോൾ പിന്നെ ഇവിടെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം തന്നെയാണ് പുറത്തെടുക്കുന്നത്. എന്നിട്ടാണ് ഇത്തരം ചർച്ചകളെ ബോധപൂർവം തമസ്കരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെലക്റ്റീവ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഇത്തരം ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതം ബലി കൊടുത്ത് കടന്നുപോയത് വൃഥാവിലായില്ല, വെറുതെ ആയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്ഷേത്രാങ്കണങ്ങളിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ നടത്താനായിട്ട് RSSനും അവരുടെ അനുബന്ധ സംഘടനകൾക്കും കഴിയാതിരിക്കുന്നത്. അതൊരു വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ. അപ്പോൾ റിജിത്തിൻ്റെ ജീവൻ വെടിഞ്ഞത് വൃഥാവിലായില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ചർച്ച ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് റിജിത്തിനോട് കാണിക്കുന്ന മറ്റൊരു അനീതിയാകും. അങ്ങനെ ചർച്ച ചെയ്യാതെ പോയാൽ അത് റിജിത്തിനോട് കാണിക്കുന്ന മറ്റൊരു അനീതിയാകും എന്നാണ് ശ്രീ M. ജയചന്ദ്രൻ പറയാൻ വരുന്നത്.